കാർഷിക ഉൽപാദന വിപണന മേഖലയിൽ പുതിയ ചുവടുവെപ്പുമായി ബാംകോ. കാർഷിക വിപണന സംരംഭങ്ങളുടെ സമർപ്പണ ചടങ്ങ് എളമക്കര ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ നടക്കുകയാണ്. രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുന്നു. ജനം TV MDയും BVVS സംസ്ഥാന രക്ഷാധികാരിയുമായ ചെങ്കലിസ് രാജശേഖരൻ നായർ, RSS ദക്ഷിണ കേരള പ്രാന്ത പ്രചാരക S സുദർശൻ എന്നിവരും പങ്കെടുക്കുന്നു. തത്സമയം ഒരു 3-4 മാസം മുമ്പ് കോഴിക്കോട് വെച്ച് നടന്ന വ്യാപാരി വ്യവസായി സംഘിന്റെ ഒരു പരിപാടിയിലാണ് ഇങ്ങനെയൊരു കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായം ഉയർന്നത് എന്ന് ഞാൻ ഓർക്കുകയാണ്. നമ്മുടേതായ ഉൽപ്പന്നത്തിന്റെ ലോഞ്ചിങ് ഇത്രയും വേഗം അത് സാധ്യമാകും എന്ന് വിചാരിച്ചിരുന്നില്ല. ഏതായാലും അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ സാധ്യമായി എന്നുള്ളതിൽ ബാംകോ എന്ന പ്രസ്ഥാനത്തെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെയുള്ള ചടങ്ങുകളിലൊക്കെ സംബന്ധിക്കുമ്പോൾ മനസ്സിലേക്ക് ഒരുപാട് ആശയങ്ങൾ അല്ലെങ്കിൽ തോന്നലുകൾ, ചില ഓർമ്മകളൊക്കെ കടന്നു വരും. അങ്ങനെയുള്ള ഒരു ഓർമ്മ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായജിയുമായി ബന്ധപ്പെട്ട ഭാരതത്തിന് തനിമയിലൂന്നി നിന്നുകൊണ്ട് വളർന്നു വികസിക്കാൻ, പടർന്നു പന്തലിക്കാൻ ആവശ്യമായ പ്രത്യയശാസ്ത്ര പിൻബലം നൽകുന്ന ഒന്നാണ് ദീൻദയാൽജിയുടെ ഏകാത്മമാനവ ദർശനം. ഏകാത്മമാനവ ദർശനം എന്ന നിലയ്ക്ക് ഗ്രന്ഥരൂപത്തിൽ അത് തയ്യാറാക്കുന്നതിനു മുമ്പ് ഈ ആശയം രൂപപ്പെടുത്താൻ ഭാരതത്തിലെ മർമ്മപ്രധാനമായ പല ഇടങ്ങളിലും അദ്ദേഹം സഞ്ചരിച്ചിരുന്നു. നമ്മുടെ ആലുവയ്ക്കടുത്ത് ഇപ്പൊ തന്ത്രവിദ്യാപീഠം നിലകൊള്ളുന്ന ആ സ്ഥലത്ത് 21 ദിവസം ദീൻദയാൽജി വന്ന് താമസിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ജഗദ്ഗുരു ശങ്കരാചാര്യരുടെ സ്മരണ നിലനിൽക്കുന്ന ആ പ്രദേശത്ത് ഒരുപക്ഷെ അത്രയും ദിവസം ഒരു വ്രതനിഷ്ഠയോടുകൂടി അദ്ദേഹം വന്ന് താമസിച്ച് ആശയരൂപീകരണം നടത്തിയത് തന്നിൽ അർപ്പിതമായ ദൗത്യത്തിന്റെ വിജയകരമായ പൂർത്തീകരണത്തിനുള്ള ആത്മബലം നേടാൻ വേണ്ടിയായിരുന്നു. ഏകാത്മമാനവ ദർശനം സാമാന്യമായി രൂപപ്പെടുത്തിയതിനു ശേഷം ഭാരതത്തിലെ പല പ്രധാന സ്ഥലങ്ങളിലും പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആശയപരമായ പങ്കാളിത്തം വഹിക്കാൻ കഴിയുന്ന ആളുകളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ചിന്താസായാഹ്നങ്ങൾ, ശിബിരങ്ങൾ, പിന്നെ ജനസംഘത്തിന്റെ കാര്യകർത്താക്കന്മാരുടെ ശിബിരം, ഇതൊക്കെ നടത്തിയിരുന്നു. അങ്ങനെയുള്ള ആശയ സംവാദ സദസ്സുകളിലൊക്കെ ദീൻദയാൽജി മുന്നോട്ട് വെച്ച ഒരു ആശയമുണ്ട്. ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. ആ ആശയം സോഷ്യൽ ഡെമോക്രാറ്റിക് എക്കണോമി എന്നതായിരുന്നു. സാമൂഹ്യ ജനാധിപത്യ ധനതത്വശാസ്ത്രം. അതേറെ നമ്മുടെ ചിന്തകൾക്ക് വിധേയമാവേണ്ട ഒരു ആശയമാണ്. എന്താണ് സോഷ്യൽ ഡെമോക്രസി, എന്താണ് സോഷ്യൽ ഡെമോക്രാറ്റിക് എക്കണോമി? ഇപ്പൊ സോഷ്യൽ ഡെമോക്രസി എന്ന പേരിൽ രാജ്യത്തെ ഏറ്റവും ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന സംഘടനകൾ വരെ സോഷ്യൽ ഡെമോക്രസിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് മറ്റൊരു വിഷയം. പക്ഷെ ഇങ്ങനെ ഒരു ആശയം ഭാരതത്തിന്റെ തനത് ദർശനവുമായി ബന്ധപ്പെടുത്തി പണ്ഡിറ്റ് ദീൻദയാൽജി മുന്നോട്ട് വയ്ക്കുന്നത് ഓരോ ഗ്രാമത്തിലും നമുക്കറിയാമല്ലോ, ഓരോ പ്രദേശത്തും ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും എന്താണ് പരംപൂജനീയ ഡോക്ടർജി നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന മാർഗം? പരം വൈഭവം നേതു മേതത് സ്വരാഷ്ട്രം. ഞാൻ ഈ എളമക്കര എന്ന് പറയുന്ന ഈ പ്രദേശത്തുള്ള ഒരാളാണെങ്കിൽ എനിക്കെങ്ങനെയാണ് മുഴുവൻ ഭാരതത്തിലെയും വൈഭവം നേടിയെടുക്കാൻ സാധിക്കുക? ഞാൻ ഒരാൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന 12 പേര് അല്ലെങ്കിൽ 15 പേര് രാഷ്ട്രത്തിന്റെ വൈഭവം നേടുന്നത് എങ്ങനെയാണ്? അതിനുള്ള ഉത്തരം നാം എവിടെയാണോ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് ആ സ്ഥലത്ത് നമ്മുടെ ശ്രമഫലമായി പരമവൈഭവം നേടാൻ സാധിക്കുക എന്നുള്ളതാണ്. ഗ്രാമത്തിലാണെങ്കിൽ ആ ഗ്രാമത്തിന്റെ വൈഭവം, നഗരത്തിലാണെങ്കിൽ നഗരത്തിലെ ആ യൂണിറ്റിന്റെ വൈഭവം,
ആ നിലയ്ക്ക് ഗ്രാമങ്ങൾ, നഗരങ്ങൾ, ജനസഞ്ചയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വികസന സംരംഭങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് സംഘപ്രാർത്ഥനയിലെ ആ വരിയുടെ സാമാന്യമായ അർത്ഥം. പരം വൈഭവം. ഈ പരം വൈഭവം എന്ന ആശയവുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായജി സോഷ്യൽ ഡെമോക്രാറ്റിക് എക്കണോമി, സാമൂഹ്യ ജനാധിപത്യ ധനതത്വശാസ്ത്രം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. എങ്ങനെ നമുക്കതിനെ നിർവചിക്കാൻ സാധിക്കും? ഇപ്പൊ നമ്മൾ താമസിക്കുന്ന ഗ്രാമം അല്ലെങ്കിൽ നഗരം, ആ ഗ്രാമത്തിൽ ലഭ്യമാകുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഗ്രാമത്തിലെ ജനങ്ങളുടെ ക്ഷേമം സാധ്യമാക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയെടുക്കുക. എന്റെ നാട്ടിൽ നാളികേരം നന്നായി വിളയുന്നുണ്ട്. നാളികേര കർഷകരെ എല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് ആ ഗ്രാമത്തിൽ ലഭിക്കുന്ന നാളികേരം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് അത് അവിടെ സംസ്കരിക്കുകയും ആ സംസ്കരണ പ്രക്രിയയിലൂടെ ഉൽപ്പന്നം ഉണ്ടാവുകയും ആ ഉൽപ്പന്നം നാട്ടുകാർക്കും മറ്റുള്ളവർക്കും ലഭ്യമാവുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു വിപണന സംവിധാനം രൂപപ്പെടുത്തുക. അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം നടത്തുക. അതിലൂടെ കരഗതമാവുന്ന ലാഭത്തിന്റെ വിഹിതം ഉപയോഗിച്ചുകൊണ്ട് റോഡുകൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഈ രീതിയിലുള്ള വികസന സങ്കല്പം നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന മഹാപുരുഷന്മാരാണ് നമ്മളെ ഒരുമിപ്പിച്ച് നിർത്തുന്നത്. ഡോക്ടർ ഹെഡ്ഗേവാർ ആവട്ടെ, പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ആവട്ടെ, ഇവരുടെയൊക്കെ ചിന്ത അത്തരത്തിലായിരുന്നു. ഒരുപക്ഷെ ബാംകോ എന്ന ഒരു പ്രസ്ഥാനത്തിന് ജന്മം നൽകുമ്പോൾ ഇതൊന്നും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ആദർശം കടന്നു വന്നിട്ടുണ്ട്. എന്താണ് ആ ആദർശം? ഞാനും എന്നോടൊപ്പം കഴിയുന്ന സമൂഹവും ഉദ്ധരിക്കപ്പെടണം. അതിനെന്ത് വേണം? ബാംകോ, അതല്ലെങ്കിൽ FPOകളുണ്ട്, അതിന്റെ സംവിധാനം, അല്ലെങ്കിൽ സഹകാർ ഭാരതി, അതല്ലെങ്കിൽ വ്യാപാരി വ്യവസായ സംഘം. ഏത് മേഖലയിലാണോ നാം കടന്നു ചെല്ലുന്നത് ആ മേഖലയിൽ ഇത്തരം കാഴ്ചപ്പാടുകളുടെ ആവിഷ്കാരം നടക്കണം എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ബാംകോ ചടങ്ങിൽ സി. സദാനന്ദൻ മാസ്റ്റർ MP സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.